ഹലോ മുത്തുമണീസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? അപ്പൊ ഇന്ന് രാവിലെ തന്നെ നോക്കുന്ന വെള്ളപ്പവും അതേപോലെ കടലക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ്. അപ്പൊ ഇന്നൊരു സ്ഥലം വരെ പോവാനുണ്ട്, അതുകൊണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. പിന്നെ നോമ്പിനേക്കുള്ള മുളകൊക്കെ അതൊക്കെ നമ്മുടെ എടുത്തു വെച്ചിട്ടുണ്ട്. പണിക്കാരൊക്കെ ഉള്ളതിനെ കൊണ്ട് പൊടിയൊക്കെ പാർന്നതിനെ കൊണ്ട് അതൊക്കെ ചിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. 2 ദിവസം വെയിലത്തിട്ട് പിന്നെ അവരില്ലാത്ത സമയത്ത് അങ്ങനെ അവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. നൈഫ് ഇതാക്കുന്ന സ്കൂളില്ലാത്ത ദിവസം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒപ്പിച്ചിടാനുള്ള പരിപാടിയിലാണ്. ഞാൻ സിമോനെ എണീറ്റിട്ടുണ്ട്. ഇപ്പൊ കുറെ ദിവസമായി ഹസ്ബൻഡിന്റെ ഏട്ടന്റെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്, അവിടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പൊ മക്കൾക്ക് സ്കൂളൊക്കെ ഉള്ളതിനെ കൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. നൈഫിന് പിന്നെ എപ്പോഴും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചൊടിഞ്ഞു നിൽക്കാനുണ്ടാവും. നാസിമോന്റെ കാര്യം പിന്നെ പറയാത്ത നല്ലത്. താരം കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഓരോന്നിലേക്ക് പിന്നെ വലിഞ്ഞു കയറുകയും ചെയ്യും. അതേപോലെ നെയ്നൂനെ ഇട്ടിട്ട് കാട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ ആള് കരച്ചിലൊക്കെ ആയപ്പോ ഞാൻ കുറച്ചു നേരം അങ്ങനെ മടിയിലെടുത്തിട്ട് ഇരിക്കുകയാണ്. വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട്, ആൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങള് മാത്രമല്ല പോകുന്നത്, നാത്തൂനും വരുന്നുണ്ട്. അപ്പൊ അവരൂടി വന്നിട്ടേ ഞങ്ങൾക്ക് പോകാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പൊ അവര് വണ്ടിയായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരെപ്പോഴാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങള് പോവാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി കുളിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതാ ഞങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. നാസിമോൻ ഇതാക്കുന്ന അവന് മാറ്റിയാൽ അപ്പം എങ്ങോട്ടേലും പോകണം. അപ്പൊ അവനത് അവിടുന്ന് ഓരോന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ ബാക്കി 2 ഒരുങ്ങിതായിരിക്കുന്നുണ്ട്. നെയ്ഫ് ചൊടിച്ചിട്ട് നേരത്തെ ആ ചൊടിച്ചിട്ടുണ്ടല്ലോ, അതെന്നെ മാറിയിട്ടില്ല, അങ്ങനെ ഇരിക്കുകയാണ്. നാസിമോന്റെ മുടിയൊക്കെ വാർന്നെടുക്കാൻ നോക്കുകയാണെന്ന്. അപ്പൊ അവനുണ്ടല്ലോ, അവനൊന്നും സമ്മതിക്കില്ല. ഒക്കെ അവന്റെ സ്വന്തമായിട്ട് ചെയ്യണം, അവന്റെ കയ്യിൽ തന്നെ കിട്ടണം. അങ്ങനെ അതൊക്കെ പിടിച്ചു വാങ്ങണം. അപ്പൊ എന്റെ നാട്ടിലൊക്കെ കഴിഞ്ഞതാ. ഞാൻ നോക്കുമ്പോ ഇതാക്കുന്ന ആളുകാരുടെ ഒന്നായിട്ട് ചീർപ്പുതാ വലിച്ചെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനത്തെ ഓരോരോ ഒപ്പിക്കലാണ് അവന്റെ കയ്യിലുണ്ടാകുക. പിന്നെ നെയ്നോനാണെങ്കിൽ തീരെ നിൽക്കാൻ സമ്മതിക്കില്ല. എന്ത് കൈ കിട്ടിയാലും അവനെ കൊണ്ട് നന്നായിട്ട് നല്ല അടി കൊടുക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങള് പെങ്ങളെ കാത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങളിന്ന് പിന്നെ ഭക്ഷണം ഞങ്ങൾ തന്നെ ഓർഡർ ചെയ്തിട്ട് അവിടേക്ക് കൊണ്ടുപോവാണ് കേട്ടോ ചെയ്യുന്നത്. അതേപോലെ ബിരിയാണിയും പിന്നെ അച്ചാറും വൈരൊക്കെ ഉണ്ട്. ഞങ്ങൾ പറയാതെ പോവാണ് കേട്ടോ. വിരുന്ന് പോണ കാര്യം അവരോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊണ്ടുപോകാന്ന് വിചാരിച്ച്. ചെന്ന സമയത്തായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലുന്നത് വരുന്നല്ലേ, അതുകൊണ്ട് ഞങ്ങള് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇവിടുന്ന് പോവാണ് കേട്ടോ ചെയ്ത്. ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാസിമോന് ഷൂസ് ഇട്ട് കൊടുക്കുകയാണ്. ഷൂസ് വെറുതെ ഇടുകയാണ് കേട്ടോ. ഷൂ 2 മിനിറ്റ് കഴിയുമ്പോൾ അത് ഊരിയിട്ട് വലിച്ചെറിയും. പിന്നെ അവിടേക്ക് പോകുമ്പോ ചെരുപ്പിട്ടാലും ഞാൻ പിന്നെ അത് ഇങ്ങനെ പിടിച്ച് നടക്കേണ്ടി വരും. അതാണ് കണ്ടോ, വലിച്ചൂരിയാണ്. കാൽമേൽ വെച്ചേക്കയില്ല ചെരുപ്പ്. ഷൂ ഒന്നും ഇടാൻ തീരെ താല്പര്യമില്ല. അപ്പൊ അതൊക്കെ വലിച്ചൂരി കണ്ടോ. അതാണ് ഞാൻ പിന്നെ ഇട്ട് കൊടുക്കാന്നല്ലാതെ ഞാൻ പിന്നെ അതും പിടിച്ച് നടക്കേണ്ടി വരും. അതന്നെ ഞങ്ങൾക്കാണെങ്കിൽ കാത്തുനിന്ന് ഞങ്ങൾ 1 മണി 1:30 ആകുമ്പോൾ ഒരുങ്ങിക്കുന്നു കേട്ടോ. പക്ഷെ പെങ്ങളത്ര നോക്കിയിട്ടും കാണില്ല. അവരിപ്പം വരേക്ക് വിളിച്ചു നോക്കിയിട്ട് അവര് വരാന്ന് പറഞ്ഞെങ്കിലും അവരെത്തിയിട്ടില്ല കേട്ടോ. അവരെത്തുമ്പോ എനിക്ക് തോന്നുന്നു ഒരു 2:45 3 മണിയൊക്കെ ആവാനായിരിക്കും കേട്ടോ. അവർ നമുക്ക് ദേഷ്യം പിടിക്കുക ഉമ്മ മാറ്റി നിൽക്കുകയൊക്കെ ചെയ്തിട്ടോ. നിസ്കാരം ഇതൊക്കെ കഴിയുമ്പോൾ മാറ്റി നിൽക്കണേ. എന്നിട്ടും കുറെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവര് വരുന്നത്. ലൈഫിന്റെ മുടി ആരാ നോക്കിയത് കണ്ടോ, സമ്മതിക്കുന്നില്ല. എന്തോ പറഞ്ഞ തെറ്റുമാണ്. എപ്പോഴും ഇങ്ങനെയാണ്, ഒരു സമയവും നല്ലോണം ഉണ്ടാവില്ല. അവനെപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ തെറ്റിക്കൊണ്ടിരിക്കും. മീന് പറഞ്ഞ് ചിരിക്കാൻ അവന്റെ വേഗമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പോവാൻ റെഡി ആയിട്ട്. പിന്നെ ആ TV ഉണ്ടെങ്കിൽ പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും ആക്കില്ല. അവനെ TV മുമ്പിൽ അങ്ങനെ ഇരുന്നോളൂ. അവനെക്കൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നാസിമോന് പിന്നെ നിലത്ത് കിടന്ന് വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം കുറെ സമയമായല്ലോ, അവനെ ഉറക്കം വന്നിട്ടുണ്ട് കേട്ടോ. എന്താ കാട്ടാന്ന് ചോദിച്ചാൽ അങ്ങനെ പെങ്ങളൊക്കെ വിളിച്ചു നോക്കി. അവര് പിന്നെ എന്തോ വൈമലെന്താ ബ്ലോക്ക് വന്നിട്ട് അങ്ങനെ എന്തോ കുടുങ്ങി കിടക്കണം പറഞ്ഞു. അപ്പൊ അങ്ങനെ വിചാരിച്ചു ഏതായാലും ഉറക്കം വന്നിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് സമയം ഒരുത്തിയിട്ടില്ല, അപ്പുറത്തേക്ക് ഓനൊന്ന് ഉറക്കാന്ന് ചോദിച്ചാൽ അങ്ങനെ ഓനൊക്കെ അത് ഉറക്കി കേട്ടോ. പിന്നെ അതാക്കുന്ന ബിരിയാണിയും അതേപോലെ ചിക്കൻ കടായിയാണ് കേട്ടോ. അത് വരുന്നു കേട്ടോ. അങ്ങനെ അതാക്കണം അവരെത്തിയിട്ടുണ്ട്. ഒരു 3:30 കഴിഞ്ഞു അവരെത്തുമ്പോ. പെങ്ങള് വന്നിട്ടുണ്ട്. പെങ്ങളെ മോനും ഒരു മോളും 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയാണ് കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വണ്ടിയിലേക്ക് വെക്കുകയാണ്. അത് ഞങ്ങൾ പോകാൻ ഒരുങ്ങാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള വീഡിയോ ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഒരുപാട് ലെങ്ത് ആയി പോകുമ്പോൾ പിന്നെ വോയിസ് എടുക്കാനും അതേപോലെ കാണാനൊക്കെ ഇടുങ്ങാറാണല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.